അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ആൻഡ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ വീഡിയോയിലെ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ നമ്മൾ അച്ചാർ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ അച്ചാറിൽ പെട്ടെന്ന് തന്നെ പൂപ്പൽ പിടിക്കാതിരിക്കുവാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ഒന്നാമതായിട്ട് പറയുന്നത്. മാങ്ങ, നാരങ്ങ, നെല്ലിക്ക, ചാമ്പയ്ക്ക തുടങ്ങി എന്തുപയോഗിച്ചാണോ നമ്മൾ അച്ചാറിടുന്നത് അവ നല്ലതുപോലെ കഴുകി തുടച്ച് വെള്ളം പോയെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം മാത്രം അച്ചാറിടാനായിട്ട് ശ്രദ്ധിക്കുക. നല്ലെണ്ണ ധാരാളം ഉപയോഗിച്ച് അച്ചാർ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അച്ചാർ ഭരണിയിൽ അച്ചാറിന് മുകളിൽ എണ്ണ തെളിഞ്ഞു നിൽക്കുന്നത് പൂപ്പലിനെ ഒഴിവാക്കാൻ സഹായിക്കും. അച്ചാറുകൾ ഗ്ലാസ് ഭരണിയിൽ തന്നെ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. പ്ലാസ്റ്റിക് ഭരണി ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഭരണി കഴുകി വെയിലത്ത് വെച്ചുണക്കിയതിന് ശേഷം മാത്രം അച്ചാറുകൾ ഭരണിയിലേക്ക് മാറ്റുക. അച്ചാറടങ്ങിയ ഭരണി ആഴ്ചയിലൊരിക്കൽ വെയിലത്ത് വയ്ക്കുക. അച്ചാറിൽ പച്ച കറിവേപ്പില ഇടാതിരിക്കുക. കറിവേപ്പില വറുത്ത ശേഷമോ വെയിലത്തുണക്കിയ ശേഷമോ മാത്രം അച്ചാറിലേക്ക് ചേർക്കുക. അച്ചാറെടുക്കാൻ ഉണങ്ങിയ സ്പൂൺ മാത്രം ഉപയോഗിക്കുക. അച്ചാർ ഭരണി ഇടയ്ക്കിടയ്ക്കെടുത്ത് തുറക്കുന്നത് ഒഴിവാക്കുക. നമ്മുടെ ആവശ്യത്തിനുള്ള അച്ചാർ 2-3 ദിവസത്തേക്കുള്ളത് ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ഉപയോഗിക്കാം. അച്ചാർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതും പൂപ്പലിനെ തടയാൻ സഹായിക്കുന്നു. ഇനി ഒരു പക്ഷേ അച്ചാർ പൂത്തുപോയാൽ എന്ത് ചെയ്യണമെന്ന് നോക്കാം. അച്ചാറിൽ പൂപ്പൽ ബാധ ഉണ്ടായാലും പേടിക്കേണ്ട കാര്യമില്ല. പൂപ്പലുള്ള ഭാഗം ആദ്യം തന്നെ എടുത്തു മാറ്റുക. ശേഷം അല്പം എള്ളെണ്ണയും വിനാഗിരിയും ചൂടാക്കി ഒഴിക്കുക. അതിനുശേഷം ഭരണി വെയിലത്ത് തലകുത്തനെ വയ്ക്കുക. അച്ചാറിൻ്റെ മുകൾ ഭാഗത്തുള്ള എണ്ണ തങ്ങി നിൽക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ അടപ്പിനടിയിലൂടെ എണ്ണ ഊർന്നിറങ്ങാതെ ശ്രദ്ധിക്കുകയും വേണം. ഇനി നമുക്ക് ഈ വീഡിയോയിലെ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇന്ന് മിക്കവാറും വീടുകളിൽ നോൺ സ്റ്റിക്ക് പാത്രങ്ങളാണ് പാചകത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇന്ന് കുക്കർ വരെ നോൺ സ്റ്റിക്ക് ഉള്ളത് നമുക്ക് ലഭ്യമാണ്. പെട്ടെന്ന് കറി അടിയിൽ പിടിക്കുകയുമില്ല എന്നതും വേഗത്തിൽ വൃത്തിയാക്കി എടുക്കാൻ സാധിക്കും എന്നതും കൊണ്ടാണ് നോൺ സ്റ്റിക്കിനെ വീട്ടമ്മമാർ പ്രിയപ്പെട്ടതായിട്ട് കാണുന്നത്. ഇത്തരം പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ സാധാരണ തവി ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ മരത്തിൻ്റെ തവിയാണ് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നത്. ഈ മരത്തിൻ്റെ തവിയിൽ വളരെ പെട്ടെന്ന് തന്നെ പൂപ്പൽ പിടിക്കാനും എണ്ണമയം പറ്റിപ്പിടിച്ചിരിക്കാനും സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇത്തരം തവികൾ എങ്ങനെ വൃത്തിയാക്കി സൂക്ഷിക്കണം എന്നുള്ളതാണ് പറയുന്നത്. മരത്തിൻ്റെ തവിയെല്ലാം വൃത്തിയാക്കാനായിട്ടുള്ള എളുപ്പവഴി എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഒരു വലിയ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ വിനാഗിരിയും ചേർത്ത് കൊടുക്കുക. അതിലേക്ക് പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്തരത്തിലുള്ള മിക്സ് ചെയ്തെടുത്ത ലായനിയിലേക്ക് നിങ്ങളുടെ പക്കലുള്ള എല്ലാ മരത്തിൻ്റെ തവിയും എടുത്ത് മുക്കി വയ്ക്കുക. മുഴുവനായിട്ട് തന്നെ മുക്കി വെക്കേണ്ടതാണ്. 1 മണിക്കൂറിന് ശേഷം ഈ തവിയെല്ലാം പുറത്തേക്ക് എടുക്കുക. അതിനുശേഷം നല്ല ശുദ്ധമായ വെള്ളത്തിൽ ഇവ കഴുകിയെടുക്കണം. കഴുകാൻ വീണ്ടും സോപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെറുതെ വെള്ളത്തിൽ കഴുകി എടുത്താൽ മതിയാകും. ശേഷം വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഉണക്കിയെടുക്കണം. നല്ലതുപോലെ ഇനിയും കൂടുതൽ വൃത്തിക്ക് നമുക്ക് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഉണക്കിയെടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൽ പുരട്ടി കൊടുക്കാം. അമിതമായിട്ടുള്ള എണ്ണമയം തുടച്ച് കളയേണ്ടതാണ്. ഇത്തരത്തിൽ തുടച്ചെടുക്കുന്നത് ഇതിൽ ബാക്ടീരിയകൾ അടിഞ്ഞുകൂടാതിരിക്കാനായിട്ട് സഹായിക്കും. കൂടാതെ കുറേ കാലം നല്ല വൃത്തിയിലിരിക്കാനും സഹായിക്കും. തവിക്കെല്ലാം നല്ല നിറം ലഭിക്കുന്നതിനും ഇത്തരത്തിൽ എണ്ണ പുരട്ടുന്നത് നല്ലതാണ്. ഈ വിദ്യ മറ്റെന്തിനെല്ലാം ഉപയോഗിക്കാം എന്ന് നോക്കാം.
തവി വൃത്തിയാക്കി എടുക്കുന്നതിന് മാത്രമല്ല, മറ്റ് മരത്തിൻ്റെ പാത്രങ്ങൾ, അതുപോലെ കട്ടിംഗ് ബോർഡ് എന്നിവയെല്ലാം വൃത്തിയാക്കി എടുക്കാൻ ഈ ഒരു വിദ്യ നമുക്ക് ഉപയോഗിക്കാം. ഇവയെല്ലാം വൃത്തിയാക്കി എടുത്തതിന് ശേഷം എണ്ണ പുരട്ടുന്നത് നല്ലതായിരിക്കും. മരത്തിൻ്റെ പാത്രങ്ങൾ മറ്റു പാത്രങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ തികച്ചും നാച്ചുറൽ ആയതിനാൽ ഇത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇത് കൃത്യമായ രീതിയിൽ സൂക്ഷിച്ചില്ലെങ്കിൽ ഇതിൽ പൂപ്പൽ വരുന്നതിനും വേഗത്തിൽ ചീത്തയാകുന്നതിനും വഴിയൊരുക്കും. അപ്പോൾ ഈ ഒരു വിദ്യ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഈ വീഡിയോയിലെ മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ അടുക്കളയിൽ നാം നിത്യം ഉപയോഗിച്ച് വരുന്ന നമ്മുടെ ഗ്യാസ് സ്റ്റവും ബർണറുമൊക്കെ എങ്ങനെ നല്ല ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം. പാചകത്തിനിടെ തന്നെ മസാലയുടെ പൊടികളും അതുപോലെ തന്നെ എണ്ണയും ഒക്കെ ഏറ്റ് വീണ് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്റ്റൗ വൃത്തികേടാകും. അതുകൊണ്ട് തന്നെ പാചകവും തീയും ബർണറുകളുടെ നിറം മാറ്റുന്നതിനും കാരണമാകും. കൃത്യമായി വൃത്തിയാക്കിയില്ലെങ്കിൽ ബർണറിലൂടെ പുറത്തേക്ക് വരുന്ന തീജ്വാലകളും മന്ദഗതിയിലാവും. പലപ്പോഴും അഴുക്കുകൾ വീണും മറ്റും ബർണറിലെ സുഷിരങ്ങൾ അടഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പലപ്പോഴും ബർണർ വൃത്തിയാക്കുക എന്നത് അത്ര ഭാരിച്ച ജോലിയല്ല. വലിയ ബുദ്ധിമുട്ടില്ലാതെ ബർണർ വൃത്തിയാക്കാൻ ചില എളുപ്പ വഴികളാണ് പറയുന്നത്. വൃത്തിയാക്കേണ്ട ബർണർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഈനോ സാൾട്ട് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നാരങ്ങ നീര് കൂടി പിഴിഞ്ഞു ചേർത്ത് കൊടുക്കുക. അല്പസമയത്തിന് ശേഷം നോക്കിയാൽ അഴുക്ക് ഇളകിയതായിട്ട് കാണാനായിട്ട് സാധിക്കും. ശേഷം ഒരു സ്ക്രബ്ബർ എടുത്ത് അതിലേക്ക് ഡിഷ് വാഷ് ജെല്ല് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തുടച്ചെടുത്താൽ ഗ്യാസ് ബർണറിലെ അഴുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതാണ്. ഇനി അടുത്ത് മറ്റൊരു ടിപ്പ് എന്താണെന്ന് നോക്കാം. ഒരു പാത്രത്തിലെ അല്പം ചൂടുവെള്ളം എടുക്കുക. അതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കുക. വിനാഗിരിക്ക് പകരം നമുക്ക് നാരങ്ങ നീരും ഉപയോഗിക്കാം കേട്ടോ. വൃത്തിയാക്കാനുള്ള ബർണറുകൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം 3-4 മണിക്കൂറുകൾ കുതിർത്ത് വയ്ക്കുക. സ്ക്രബ്ബർ ഡിഷ് വാഷ് ജെൽ പുരട്ടി ബർണർ നന്നായിട്ട് ഉരച്ച് കഴുകിക്കളയുക. മൂന്നാമതായിട്ട് ഒരു കാര്യം കൂടി നമുക്കിതിൽ ചെയ്യാവുന്നതാണ്. നമ്മൾ സാധാരണ കറികൾക്കൊക്കെ ഉപയോഗിക്കുന്ന പുളി, വാളൻ പുളി, അതിൻ്റെ നീര് വെള്ളത്തിൽ യോജിപ്പിച്ച് എടുത്തതിന് ശേഷം ആ വെള്ളത്തിൽ കുറേ മണിക്കൂറുകൾ, ഏകദേശം ഒരു 12 മണിക്കൂറോളം വെച്ചിട്ട് നമ്മൾ കഴുകുകയാണെങ്കിൽ നല്ല പോലെ തന്നെ ബർണർ നമുക്ക് ക്ലീനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ടിപ്പും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഈ വീഡിയോയിലെ 4ാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ശല്യക്കാരായ ഒരാളാണ് പാറ്റ. അപ്പോൾ പാറ്റകളെ നമുക്ക് എങ്ങനെ തുരത്താമെന്നാണ് പറയുന്നത്. അടുക്കളയിൽ പാറ്റ മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒരുപാടാണ്. സിങ്കും അതുപോലെ തന്നെ ക്യാബിനറ്റുകൾ തുടങ്ങിയ ഇടങ്ങളിലെല്ലാം പാറ്റയുടെ ശല്യം ഉണ്ടാകുന്നതാണ്. പാത്രങ്ങളിലും മറ്റും പാറ്റ വന്നിരിക്കുന്നത് അസുഖങ്ങൾ പടരാനും ഒരു കാരണമാണ്. വളരെ വേഗത്തിൽ പെരുകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവയെ നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ടും കൂടിയാണ്. വേണ്ടത്ര ശ്രദ്ധ പുലർത്താതിരുന്നാൽ നമ്മുടെ അടുക്കള പാറ്റകളെ കൊണ്ട് നിറയും. അതുകൊണ്ട് ഈ ഒരു വഴി നമുക്ക് ചെയ്തു നോക്കാം. പഞ്ചസാരയും ബേക്കിംഗ് സോഡയും പാറ്റകളെ വേഗത്തിൽ തുരത്താൻ സഹായിക്കുന്നു. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ പാറ്റകൾ പഞ്ചസാരയിൽ ആകൃഷ്ടരാകുകയും അത് കഴിക്കുകയും ചെയ്യും. അങ്ങനെ പാറ്റകളുടെ ശല്യം നമുക്ക് ഒഴിവാക്കാം. അതുപോലെ തന്നെ വേപ്പെണ്ണ വെള്ളത്തിൽ കലർത്തി സ്പ്രേ ചെയ്യുകയാണെങ്കിലും പാറ്റകളുടെ ശല്യം നമുക്ക് ഒരുവിധം പരിഹരിക്കാൻ പറ്റും. വേപ്പില ആയതുകൊണ്ട് തന്നെ നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവത്തു കൂടിയില്ല. അതുകൊണ്ട് രാത്രി സമയത്ത് ഈ ഒരു മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ പാറ്റകളെ വേഗത്തിൽ തുരത്തുവാനുള്ള ഒന്നാണ് ബോറിക് ആസിഡ്. പാറ്റകളെ കണ്ടെത്തുന്ന പ്രദേശങ്ങളിലെല്ലാം ഇത് പരീക്ഷിക്കാവുന്നതാണ്. ഇത് പാറ്റകൾ ആഹാരമാക്കുമ്പോൾ തന്നെ അവ നശിച്ചു പോകും. വളർത്തുമൃഗങ്ങളും കുട്ടികളും എത്താത്ത സ്ഥലങ്ങളിൽ വേണം ബോറിക് ആസിഡ് ഉപയോഗിക്കേണ്ടത്. വേഗത്തിൽ ഫലം കിട്ടുന്ന ഒന്നാണ് ബോറിക് ആസിഡ്. അതുപോലെ തന്നെ മസാല വിഭാഗത്തിൽ പെടുന്ന വയനയില, ബേ ലീഫ് പാറ്റയെ തുരത്താൻ നല്ലതാണ്. വയനയില വെള്ളത്തിൽ ചൂടാക്കി വെള്ളം സ്പ്രേ ആയി ഉപയോഗിക്കുകയാണ് വേണ്ടത്. വീട്ടിലെ മാലിന്യങ്ങൾ കൂട്ടിവെക്കുന്നത് പാറ്റ പെരുകാനേ സഹായിക്കൂ. വേസ്റ്റ് ഇടുന്ന പാത്രങ്ങൾ കൃത്യമായ ഇടവേളകളിൽ വൃത്തിയാക്കുകയും വേണം. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇത്രയും സമയം കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്.
അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ.